ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഗുജറാത്തിലെ ദാഹോദ് ലോക്കോമോട്ടീവ് നിർമ്മാണ പ്ലാന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കേരളത്തിൽ കരുത്താർജിച്ച് കാലവർഷം. 5 ദിവസം വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 11 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ കടലാക്രമണ സാധ്യതയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത. അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞു. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. +1 ഏകജാലക പ്രവേശനത്തിനുള്ള അപേക്ഷകളിൽ മാറ്റം വരുത്താൻ മറ്റന്നാൾ വൈകിട്ട് വരെ അവസരം. നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ഇന്ത്യയുടെ ഡി കുകേഷ് നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ ദാഹോദ് ലോക്കോമോട്ടീവ് നിർമ്മാണ പ്ലാന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. അടുത്ത 11 വർഷത്തിനുള്ളിൽ 1200 ഇലക്ട്രിക് ചരക്ക് ട്രെയിൻ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുകയാണ് പ്ലാന്റിന്റെ ലക്ഷ്യം. 21,000 കോടി രൂപയിലധികം ചെലവഴിച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചത്. രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ ഇലക്ട്രിക് ട്രെയിൻ എഞ്ചിനും ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി, കോട്ടയം, തൃശൂർ, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖത്തിനും മാറ്റമില്ല. വയനാട് ജില്ലയിൽ അംഗനവാടികൾ, മദ്രസകൾ, സ്പെഷ്യൽ സ്കൂളുകൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും കേരള സാങ്കേതിക സർവകലാശാലയും ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. കേരള തീരത്ത് ഇന്ന് രാത്രി 8:30 വരെ 3 മീറ്റർ മുതൽ 4.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ കടലാക്രമണ സാധ്യതയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ ഓറഞ്ച് ജാഗ്രതയാണ്. കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിൽ ഇന്ന് രാത്രി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഈ മാസം 29 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി അഗ്നിസുരക്ഷാ വിഭാഗവും കൃഷിവകുപ്പും KSEBയും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ജില്ലയിലെ 6 താലൂക്കുകളിലും ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ ഒടിഞ്ഞു വീണും സംരക്ഷണ ഭിത്തികൾ തകർന്നു വീണും മറ്റും വ്യാപക നാശം ഉണ്ടായിട്ടുണ്ട്. കാറ്റിൽ പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി. ജില്ലയിൽ കൃഷിനാശവും വ്യാപകമാണ്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടായതിനാൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി അഗ്നിസുരക്ഷാ വിഭാഗം, കൃഷിവകുപ്പ്, KSEB തുടങ്ങിയ വിഭാഗങ്ങൾ ജില്ലാ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും മഴ തുടരുന്നു. വിവിധയിടങ്ങളിൽ നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. വാമനപുരം നദിയിലും കരമനയാറ്റിലും മക്കിയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. പൊന്മുടിയിലേക്കുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചു. വെള്ളായണി കാർഷിക മേഖലയിൽ വൻ കൃഷിനാശം നേരിട്ടു. ഇടുക്കിയിൽ ഇന്നലെ ആരംഭിച്ച മഴ ഇന്നും തുടരുന്നു. കർശന ജാഗ്രതയാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കിയിൽ ഹൈറേഞ്ച് ലോറേഞ്ച് വ്യത്യാസമില്ലാതെയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നിരവധിയിടങ്ങളിൽ മരം വീഴ്ചയും മണ്ണിടിച്ചിലുമുണ്ടായി. നേരിമംഗലം മൂന്നാർ റോഡിലെ നിരവധിയിടങ്ങളിൽ മരം വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. മൂന്നാറിൽ നിന്നും വട്ടവടയ്ക്കും മറയൂരിനുമുള്ള റോഡുകളിലും മണ്ണിടിഞ്ഞു വീണു. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കുമളി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും റോഡിലും വെള്ളം കയറി. മുട്ടം തോട്ടുംകരയിൽ പുഴ നിറഞ്ഞ തീരത്തെ വീടുകളിൽ വെള്ളം കയറി. ജലനിരപ്പ് ഉയർന്നതിനാൽ മലങ്കര, കല്ലാർകുട്ടി, ലോവർ പെരിയാർ എന്നീ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 4ആയി. ഇരുവഴഞ്ഞിപ്പുഴയിലും ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നു. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയും ശക്തമായ കാറ്റും വ്യാപക നാശം വരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 64 വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നു. തളിപ്പറമ്പ് താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ തകർന്നത്. 20 വീടുകളാണ് തളിപ്പറമ്പിൽ ഭാഗികമായി തകർന്നിട്ടുള്ളത്. പയ്യന്നൂർ താലൂക്കിലാണ് ഒരു വീട് പൂർണ്ണമായും തകർന്നത്. ജില്ലയിൽ ഒരു മരണമാണ് കാലവർഷക്കെടുതിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലയിൽ ഇന്നും ശക്തമായ മഴ തുടരുകയാണ്. പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 13 എണ്ണം ഉയർത്തിയിട്ടുണ്ട്.
കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മണിമല, തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ ഓറഞ്ച്, മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണം. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. ജലനിരപ്പ് ഉയർന്നതിനാൽ തൂതപ്പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചു. പുഴയിലേക്ക് നിർമ്മാണ യന്ത്രങ്ങളും വാഹനങ്ങളും ഇറക്കുവാനുണ്ടാക്കിയ താൽക്കാലിക മൺ റോഡ് ഒലിച്ചുപോയി. സംസ്ഥാനത്ത് മഴ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം അതത് സെക്ഷൻ ഓഫീസുകളെ അറിയിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. 9496010101 എന്ന എമർജൻസി നമ്പറിലും വിവരം അറിയിക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലെ നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 19 നടക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഇന്ന് പുറത്തിറക്കി. അടുത്ത മാസം 23 വോട്ടെണ്ണൽ. അടുത്ത മാസം 2 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സ്ഥാനാർത്ഥി നിർണയത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ രാഷ്ട്രീയ പാർട്ടികൾ തിരക്കിട്ട ചർച്ചകളിലാണ്. അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞു. 25ഓളം കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത് കണ്ടെത്തി. 10ലധികം കണ്ടെയ്നറുകൾ തീരത്ത് ഒഴുകുന്നുണ്ട്. കണ്ടെയ്നറുകളും സാധനങ്ങളും കസ്റ്റംസ് കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് അധികൃതർ എത്തി സാമ്പിളുകൾ ശേഖരിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വകുപ്പ് മേധാവി ഡോക്ടർ SM റാഫി പറഞ്ഞു. എവിടെയൊക്കെ കണ്ടെയ്നർ വന്നിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നമ്മൾ വാട്ടർ സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ലാബിൽ കൊണ്ടുപോയി ശാസ്ത്രീയമായി പരിശോധിച്ച് എന്താണ് കെമിക്കൽ അല്ലെ എന്താണ് സബ്സ്റ്റൻസ്, അത് ടോക്സിക് ആണോ ഹസാഡസ് ആണോ എന്ന് നമ്മൾ ശാസ്ത്രീയ പരിശോധന കൂടിയേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. താൽക്കാലികമായിട്ട് ഒന്നും ഭയപ്പെടേണ്ടതില്ല. ചരക്ക് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് തീരദേശവാസികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജാഗ്രത പാലിച്ചാൽ മതിയെന്നും അധികൃതർ അറിയിച്ചു. തീരദേശത്ത് അപൂർവ വസ്തുക്കൾ, കണ്ടെയ്നർ എന്നിവ കണ്ടാൽ തുടരുതെന്നും അടുത്ത് കൂട്ടം കൂടരുതെന്നും 200 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇത്തരം വസ്തുക്കളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ 112 എന്ന നമ്പറിൽ അറിയിക്കണം. കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിൽ മത്സ്യബന്ധനം നടത്തരുത്. മുഖ്യമന്ത്രി പിണറായി വിജയനും വനിതകളുമായുള്ള മുഖാമുഖം പരിപാടി താൽക്കാലികമായി മാറ്റിവെച്ചു. എറണാകുളം സിയാൽ കൺവെൻഷൻ സെന്ററിൽ നാളെ നടത്താനിരുന്ന പരിപാടിയാണ് മാറ്റിവെച്ചത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരവരുടെ പ്രദേശങ്ങളിൽ കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളതുകൊണ്ടാണ് നടപടി. സംസ്ഥാനത്ത് +1 ഏകജാലക പ്രവേശനത്തിന് സമർപ്പിച്ച അപേക്ഷകളിൽ ഓപ്ഷൻ ഉൾപ്പെടെ തിരുത്തലിന് അവസരം. മറ്റന്നാൾ വൈകിട്ട് 5 വരെ ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പരിശോധിച്ച് കാൻഡിഡേറ്റ് ലോഗിനിലെ എഡിറ്റ് ആപ്ലിക്കേഷൻ വഴി തിരുത്തൽ നടത്താം. മലപ്പുറം കളിൽക്കാവിൽ നരഭോജി കടുവയെ പിടികൂടാൻ തിരച്ചിൽ വ്യാപകമാക്കി. ദൌത്യസംഘം ഇന്ന് ആർത്തല എസ്റ്റേറ്റിലാണ് തിരച്ചിൽ നടത്തുന്നത്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേസിൽ ഒളിവിലുള്ള പ്രതി സുകാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റേതാണ് ഉത്തരവ്. വയനാട് തിരുനെല്ലി അപ്പപ്പാറയിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി. സംഭവത്തിന് ശേഷം കൊല്ലപ്പെട്ട യുവതിയുടെ കാണാതായ 9 വയസ്സുകാരി മകളെയും കണ്ടെത്തി. നോർവേ ചെസ് ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും. ലോക ചാമ്പ്യൻ D കുകേഷ്, അർജുൻ എരഗേസി ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെതിരെയാണ് ഗുകേഷിന്റെ ആദ്യ പോരാട്ടം. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ അട്ടിമറികളുമായി മുന്നേറിയ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തിന് ഫൈനലിൽ തോൽവി. ചൈനയുടെ ലോക 4-ാം നമ്പർ താരം ലിഷി ഫെങ്ങാണ് ശ്രീകാന്തിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് രാത്രി 7:30 പോരാട്ടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 439 പോയിന്റ് നേട്ടത്തിൽ 82,160-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 131 പോയിന്റ് ഉയർന്ന് 24,984-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 71,600 രൂപയും ഗ്രാമിന് 8,950 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുജറാത്തിലെ ദാഹോദ് ലോക്കോമോട്ടീവ് നിർമ്മാണ പ്ലാന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കേരളത്തിൽ കരുത്താർജിച്ച് കാലവർഷം. 5 ദിവസം വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 11 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് തീരങ്ങളിൽ കടലാക്രമണ സാധ്യതയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത. അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞു. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം.
+1 ഏകജാലക പ്രവേശനത്തിനുള്ള അപേക്ഷകളിൽ മാറ്റം വരുത്താൻ മറ്റന്നാൾ വൈകിട്ട് വരെ അവസരം. നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ഇന്ത്യയുടെ ഡി കുകേഷ് നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.